കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ലാത്ത കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. പല രാജ്യങ്ങളും ഇതൊരു പഠന വിഷയമായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട രണ്ട് ടേംസാണ്. ഒന്ന് എക്കണോമിക് ഗ്രോത്തും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ഈ എക്കണോമിക് ഗ്രോത്ത് എന്നുള്ളത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റാന്ന് പറയും. അതായത് അതിനകത്ത് ക്വാണ്ടിറ്റി മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. എത്രത്തോളം ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം ഉൽപ്പാദനം നടന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊരു പൈസയുടെ മോണിറ്ററി വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ അതിനെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. വർധനവ് എന്തോരം ഉണ്ടായി, എത്രത്തോളം അത് വളർന്നു എന്നൊക്കെയാണ് എക്കണോമിക് ഗ്രോത്തിൽ മെഷർ ചെയ്യുന്നത്. പക്ഷേ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കാര്യമോ അതൊരു ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റാണ്. എത്രത്തോളം ഒരാളുടെ ലൈഫ് സ്റ്റൈൽ മാറി, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം എത്രത്തോളം ക്വാളിറ്റി ആയിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ മെഷർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ എക്കണോമിക് ഗ്രോത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റും കുറവായിരിക്കണം. പക്ഷേ കേരളത്തിൽ എന്താ അവസ്ഥ? കേരളത്തിൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ അതിനനുസൃതമായിട്ടല്ല അവിടുത്തെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സ്റ്റേറ്റ് നമുക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്ത് നമ്മളെ താങ്ങി നിർത്തുവാണ്. ഓരോരോ കാര്യങ്ങൾ ചെയ്തു തന്ന് നമ്മളിങ്ങനെ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ മോഡലിനെയാണ് നമ്മൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്.